ഹജ്ജ് ചെയ്തവർക്കൊക്കെ സ്വർഗം കിട്ടുമെന്നല്ല. നമ്മുടെ പൊതുധാരണ എന്ന് പറയുന്നത് ഒരിക്കൽ ഹജ്ജിന് പോയാൽ സ്വർഗം ഉറപ്പായി, സ്വർഗം കിട്ടുന്നൊരു പണിയാണ് ഹജ്ജ് എന്നാണ്. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഹജ്ജ് ചെയ്തവർക്ക് മുഴുവൻ സ്വർഗം കിട്ടുമെന്നൊരു വാഗ്ദാനമേ ഇല്ല. മറിച്ച് ഹജ്ജ് സ്വർഗം കിട്ടുന്ന ഹജ്ജാകൾ അത് മബ്റൂറാകുമ്പോഴാണ്. മബ്റൂറാകുമ്പോഴേ മഖ്ബൂലാകും, മഖ്ബൂലാകുമ്പോഴേ സ്വർഗം കിട്ടും. ഹജ്ജ് മഖ്ബൂലായാൽ സ്വർഗം, മഖ്ബൂലാകാനുള്ള നിബന്ധന ബേസാണ് മബ്റൂർ. മബ്റൂർ ആകാൻ എന്ത് വേണം അതാ ചിന്തിക്കേണ്ടത്. മബ്റൂർ എന്ന വാക്കിന്റെ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോൾ അർത്ഥം കൽപ്പിക്കപ്പെട്ടത് ലൈസ ഫീഹി ഇസ്മുൻ വലാ ഖതീഅത്തുൻ. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ തെറ്റുമില്ല, കുറ്റമല്ല. തെറ്റെന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ തെറ്റരുത്, കുറ്റമെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാത്ത വൃത്തികേട് ചെയ്യരുത്. ഇത് രണ്ടുമായാൽ ഹജ്ജ് മബ്റൂറാണ്. മാ അതാ ത്വാലിബു ഹാജത്തിൻ ഖത്തു ദുന്യൻ വലാ ആഖിറതൻ, ദുന്യൻ വലാ ആഖിറതൻ ഇല്ലാ റജഅ ബിഹാജതിഹി. ഈ വീട്ടിന്റെ മുമ്പിലേക്ക് ഒരാൾ വരികയും ദുന്യാവിന്റെയോ ആഖിറത്തിന്റെയോ ആഗ്രഹം അവിടെ വെച്ച് പടച്ചറബിനോട് ചോദിക്കുകയും ചെയ്താൽ അത് വാങ്ങിയിട്ടല്ലാതെ തിരിച്ചു പോകുന്ന സംഭവമേ ഉണ്ടാകില്ല. അത് വാങ്ങിയിട്ടല്ലാതെ അവനവിടുന്ന് പോകൂല. അപ്പൊ ഈ കഅബത്തിന്റെ അടുത്ത് നിങ്ങൾ മനസ്സ് തുറന്നു ദ്വാരുന്നാൽ അങ്ങനെയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ ഉണ്ടാക്കി. അള്ളാഹു ആദം നബി തങ്ങളോട് പറഞ്ഞ, ആദമേ നീ ഭൂമിയിൽ ചെന്നിട്ട് എനിക്ക് നല്ലൊരു വീടുണ്ടാക്ക്. ലമ്മാ അഹ്ബത്തല്ലാഹു സുബ്ഹാനഹു വതആല ആദമ മിനൽ ജന്നതി, ആദം നബിയെ പടച്ച റബ്ബ് ഭൂമിയിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് നിയോഗിക്കുമ്പോൾ ഖാല, റബ്ബ് പറഞ്ഞു, ഇബ്നു ലീ ബൈതൻ ബിഖിദാഇ ബൈതിയല്ലദീ ഫിസ്സമാ, ആകാശത്തുള്ള എന്റെ വീട് പോലത്തെ ഒരു വീട് താഴത്ത് എനിക്ക് നിർമ്മിക്കണം ഭൂമിയിൽ. എന്തിനാണ് നിർമ്മിക്കുന്നത്? അള്ളാഹു പറഞ്ഞു കൊടുത്തു, തതഅബ്ബദു ഫീഹി അൻത വ വലദുക, നീയും നിന്റെ മക്കളും അതിൽ എന്നെ ആരാധിക്കണം. കമാ തതഅബ്ബദു മലായികതി ഹൗല അർശി, എന്റെ മലക്കുകൾ അർശിന്റെ ചുറ്റും നിന്ന് എന്നെ ആരാധിക്കുന്നത് പോലെ നീ അവിടെ ഉണ്ടാക്കുന്ന ഭവനത്തിൽ നിന്റെ മക്കൾ എന്നെ ആരാധിക്കണം. ആദം നബി അത് ഏറ്റെടുത്തു, ഭൂമിയിൽ വന്നു, നിർമ്മിച്ചു. സഹായത്തിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു, എവിടെ കഅബ ഉണ്ടായിരുന്ന മലക്കൾ ഉണ്ടാക്കിയൊക്കെ പഠിച്ചു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പറഞ്ഞു, പടച്ചോനെ ഞാൻ എന്റെ പണി എടുത്തിട്ടുണ്ട്, നീ എന്നെ ഏൽപ്പിച്ച പണി ഇതാണ്. ഇന്നലി കുല്ലി ആമിലിൻ ജസാ, പണിയെടുത്തോൾക്ക് കൂലി ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. പണിയെടുത്തോൾക്ക് കൂലി ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? അപ്പൊ അല്ലാഹു പറഞ്ഞു, ഉണ്ട്. എന്താ കൂലി? അമായ ആദമു ഫഖദ് ഗഫർതു ലക, ആദം നബിയെ നിങ്ങൾക്ക് ഞാൻ എല്ലാം പുറത്തു തന്നിരിക്കുന്നു. വ അമ്മാ ദുർരിയതുക, നിങ്ങളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകൾ ആരൊക്കെയുണ്ടോ, ഫമൻ ജാഅ ബിഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ സമീപത്ത് നിങ്ങളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ വന്നാൽ, ഏതുവരെ ഖിയാമം വരെയുള്ള കാലഘട്ടത്തിൽ വന്നാൽ, ഫഖദ് ഗഫർതു ലഹു, അവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. യുഗ്ഫറു പൊറുക്കപ്പെടുന്നല്ല, യഗ്ഫിറു പൊറുക്കുന്നു അല്ല. ഫഖദ് ഗഫർതു ഞാൻ പുറത്തു കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അഡ്വാൻസ് വാഗ്ദാനമാണ്. കഅബത്തിന്റെ സമീപത്ത് ആദമിന്റെ അടിമകൾ അലൈഹിസ്സലാം ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ, മാ അതാ ത്വാലിബു ഹാജത്തിൻ ഖത്തു, മാ അതാ ഹാദൽ ബൈത ത്വാലിബു ഹാജത്തിൻ ഖത്തു ദുന്യം വലാ ആഖിറതൻ ഇല്ലാ റജഅ ബിഹാജതിഹി. പോരെ നിങ്ങൾക്ക്